അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഒരു നേന്ത്രപ്പഴം വെച്ചൊരു പായസം ഉണ്ടാക്കിയതാട്ടോ. അതിലേക്ക് നേന്ത്രപ്പഴം വേണം, പിന്നെ ചവ്വരി, പിന്നെ തേങ്ങാപ്പാൽ, പിന്നെ ശർക്കര വേണം. ശർക്കര കല്ല് കളയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇത് കരടെല്ലാം ഉണ്ടാവുമല്ലോ, അപ്പം അതിനത് ഉരുക്കി ഒഴിച്ചേർക്കാം കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് നെയ്യ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വെളിച്ചെണ്ണയിലാട്ടോ നേന്ത്രപ്പഴം വാട്ടുന്നത്. അപ്പം നേന്ത്രപ്പഴം ഒന്ന് വെളിച്ചെണ്ണയിലിട്ടിട്ട് വാട്ടട്ടോ. പഴം അപ്പോൾ കുറച്ച് പഴുപ്പ് കമ്മി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിലേക്ക് ഞങ്ങൾ ചവ്വരി ഇങ്ങനെ ഒരു മണിക്കൂറോളം കുതിർത്തി വെച്ചിരുന്നു. അപ്പോൾ അതിലേക്ക് ചവ്വരി ഒഴിച്ചു കൊടുത്തു. ചവ്വരി വെന്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഞങ്ങൾ ശർക്കര ഉരുക്കി വെച്ചത് ഒഴിക്കാം കേട്ടോ. ശർക്കരത്തെ കരട് കല്ലെല്ലാം കളഞ്ഞിട്ട് വെച്ചതാണ്. അതൊഴിച്ചിട്ട് നല്ലോണം ഇളക്കിയിട്ട് കുറച്ച് നേരം ഇളക്കിക്കൊണ്ട് നിൽക്കണം. പിന്നെ അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് ശർക്കരയുടെ മധുരത്തിൻ്റെ കുത്തറിയാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളുപ്പ്, തേങ്ങാപ്പാലിൽ 2-ാം പാല് ഒഴിച്ചിട്ടുണ്ട് ഞങ്ങൾ. ഇനി 2-ാം പാല് ഒന്ന് തിളച്ചൊന്ന് വറ്റുന്ന വരെ കുറച്ച് നേരം വെക്കണം. അപ്പോൾ അത് കുറച്ചൊക്കെ വറ്റിയിട്ടോ. അപ്പോൾ ഞങ്ങൾ 1-ാം പാൽ ഒഴിച്ചു. 1-ാം പാൽ ഒഴിച്ച് പിന്നെ അധികം നേരം വെക്കൊന്നും വേണ്ട. അപ്പോൾ വാങ്ങി വെച്ചിന് ഞാൻ അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് വറവിടുക കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ നെയ്യ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞങ്ങൾ വറവിടുക കേട്ടോ. അപ്പോൾ ഈ നേന്ത്രപ്പഴവും ചവ്വരി വെച്ചിട്ട് പായസം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ ഏലക്കായ പൊടിച്ചിട്ടിട്ടോ. അപ്പോൾ ഈ പായസം നല്ല രസമുണ്ടായിരുന്നു.